നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് 30-ന് മുമ്പായി തന്നെ ചെയ്തു തീർക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ആധാർ കാർഡ്, പെൻഷൻ, നികുതി, നമ്മുടെ സ്ഥല സംബന്ധമായിട്ടുള്ള നികുതി, വീട് സംബന്ധമായിട്ടുള്ള നികുതി എന്നിവയെക്കുറിച്ചെല്ലാം നോക്കാം. അത് കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകളും വലിയ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വർഷം അവസാനിക്കുകയാണ്, സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. മാർച്ച് 30 കൂടി തന്നെ ഇനിയൊരു പുതിയ വർഷമായി തുടങ്ങുകയാണ്. അതിനു മുമ്പായി തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ നികുതി, പഞ്ചായത്തിൽ അടക്കുന്ന വീടിൻ്റെ നികുതി, വില്ലേജിൽ അടക്കുന്ന സ്ഥലത്തിൻ്റെ നികുതി എന്നിവ കറക്റ്റായി തന്നെ അടക്കുക. മാർച്ച് 30 കഴിഞ്ഞാൽ പിന്നെ അതിന് ഫൈനും മറ്റു കാര്യങ്ങളും അനുഭവപ്പെടും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഈ വർഷത്തെ നികുതി ഷീറ്റ് അത്യാവശ്യമായി വരും. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വർഷാവർഷത്തെ നികുതി ഷീറ്റ് ആവശ്യപ്പെടാറുണ്ട്. ഇവ രണ്ടും നമുക്ക് ഓൺലൈനിൽ തന്നെ അടക്കാം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് അടക്കാൻ സാധിക്കും. പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ വീട് നമ്പറും വാർഡ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നികുതി അടക്കാൻ സാധിക്കും. ഇനി അങ്ങനെ അടക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോണിൽ കേരള പഞ്ചായത്ത് ടാക്സ് എന്നോ അല്ലെങ്കിൽ ഹൗസ് ടാക്സ് എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വെബ്സൈറ്റിലേക്ക് കയറുകയും അവിടെ കറക്റ്റായ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേ ഉപയോഗിച്ച് തന്നെ നമുക്ക് അടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റവന്യൂ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നികുതി അടക്കാൻ സാധിക്കും. വർഷാവർഷം അടക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ കുറച്ച് രൂപ മാത്രമാണ് ഉണ്ടാവുക. വീടുകൾക്ക് ഏകദേശം ചെറിയ വീടുകളാണെങ്കിൽ 500 താഴെ, അതിന് മുകളിലെ വീടുകളാണെങ്കിൽ ഒരു 1500 താഴെ മാത്രമാണ് നികുതി ഉള്ളത്. ഇത് വർഷാവർഷം അടക്കുകയാണെങ്കിൽ അതിൻ്റെ രസീത് നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതിയും ഇപ്പോൾ ലേശം കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു മാർച്ച് കഴിഞ്ഞാൽ അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സ്വന്തമായിട്ട് അടക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ പഞ്ചായത്തിലെ വില്ലേജോ നേരിട്ട് പോയി അടക്കാം. അതുമല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ ഓൺലൈൻ സെൻ്ററുകൾ വഴി നമുക്ക് അടക്കാൻ സാധിക്കും. ഇവയെല്ലാം കറക്റ്റ് സമയത്ത് അടക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ രൂപത്തിലുള്ള പൈസ മാത്രമേ നമുക്ക് വരിക. അത് നമ്മൾ നാട്ടിൽ വേണമെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്ത് വേണമെന്നോ ഇല്ല, ആരോട് പറഞ്ഞാലും അവർ അടച്ചു തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളെ ആധാർ കാർഡ്. മാർച്ച് 30 മുമ്പായി തന്നെ എല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് അത് മുടക്കം വന്നേക്കാം. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകളും വിദേശത്തുള്ള ആളുകളെ നമ്പറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആ സിം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതിലെ OTP മറ്റു കാര്യങ്ങൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതിൽ പ്രവാസികളായ ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതിൽ ഇമെയിൽ ID കൂടി കൊടുക്കുക. എന്നാൽ നമുക്ക് OTP മറ്റു കാര്യങ്ങളും ഇമെയിലിൽ കൂടി വരുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോ. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോട്ടോ തന്നെയായിരിക്കും ആധാർ കാർഡിൽ വരിക. ഫോട്ടോ മാറാനുള്ള ഒരു അപേക്ഷ കൂടി നമ്മൾ പ്രത്യേകം കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഫോട്ടോ മാറാൻ സാധിക്കുകയുള്ളൂ. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ 5 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല പ്രാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നിർബന്ധമായും മാർച്ച് 30 തന്നെ നിർബന്ധമായും ചെയ്യുക. ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുക. മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വിധവകളായ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനർവാദിയായിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരാണെങ്കിൽ ഇനി പെൻഷൻ ആവശ്യമില്ല എന്നുള്ളൊരു ലെറ്റർ അവിടെ പഞ്ചായത്തിൽ കൊടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാം. ഇതിനെല്ലാം അവസാന തീയതിയായിട്ട് കണക്കാക്കുന്നത് മാർച്ച് 31 തന്നെയായിരിക്കും.
ഏപ്രിൽ 1 കഴിഞ്ഞാൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. അതിനു മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അല്ലാത്ത പക്ഷം പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.